Maiva Silks, Kasargod, Kanyanad, Mangalore. മോദി സർക്കാരിനെതിരെയുള്ള തന്റെ നിലപാടുകൾ തുറന്നു പറഞ്ഞ ബിജെപിയിലെ മുതിർന്ന നേതാവാണ് സുബ്രഹ്മണ്യൻ സ്വാമി. ഇതോടെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഓരോന്നായി തിരഞ്ഞു പിടിക്കുകയാണ് സോഷ്യൽ മീഡിയ. ആർട്ടിക്കിൾ 370 രാമക്ഷേത്രം തുടങ്ങിയ വിഷയങ്ങളിൽ ബിജെപിയുടെ കപടമുഖം തുറന്നു കാട്ടുകയാണ് സുബ്രഹ്മണ്യൻ സ്വാമി. ദൂരദർശൻ ചാനലിൽ വന്ന പഴയ ഒരു അഭിമുഖമാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുന്നത്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ അടിച്ചമർത്താനുള്ള ബിജെപിയുടെ നീക്കങ്ങളെക്കുറിച്ചാണ് അഭിമുഖത്തിൽ അദ്ദേഹം സംസാരിക്കുന്നുള്ളത്. ബിജെപിയുടെ ദേശീയത എന്ന ബ്രാൻഡ് അങ്ങേയറ്റം നെഗറ്റീവാണെന്നാണ് മാധ്യമപ്രവർത്തകൻ വിനോദ് ദുബായിയുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകുന്നത്. ദേശീയത എന്നത് രൂപപ്പെടുത്തിയത് തന്നെ മുസ്ലിങ്ങളുടെ താൽപര്യങ്ങളെ വ്രണപ്പെടുത്താനാണ് എന്നും സ്വാമി ചൂണ്ടിക്കാട്ടുന്നു. ബിജെപിയുടെ ദേശീയത എന്നത് മുസ്ലിങ്ങൾക്ക് എത്രത്തോളം നഷ്ടമുണ്ടാകുന്നു എന്നതിനെ അടിസ്ഥാനത്തിലാണ് നിർവചിക്കപ്പെട്ടിട്ടുള്ളത് എന്നും ബിജെപിയുടെ എല്ലാ പദ്ധതികളും ആ ലക്ഷ്യത്തിനു വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നും അഭിമുഖത്തിൽ സ്വാമി പറയുന്നു. ആർട്ടിക്കിൾ 370നെയാണ് അദ്ദേഹം ഉദാഹരണമായി എടുക്കുന്നത്. അതിന് സമാനമായ ആർട്ടിക്കിൾ 371 പക്ഷേ ബിജെപി അതിനെക്കുറിച്ച് ഒന്നും പറയില്ല. അത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ കാര്യമാണ് കൈകാര്യം ചെയ്യുന്നത് എന്നും സുബ്രഹ്മണ്യൻ സ്വാമി പറയുന്നു. അയോധ്യയിലെ വിഷയത്തിലും ബിജെപിയുടേത് ഇരട്ടത്താപ്പാണ് എന്നും സ്വാമി കുറ്റപ്പെടുത്തുന്നുണ്ട്. രാമക്ഷേത്രത്തിന്റെ കാര്യത്തിലും ഇതേ വിഷയമാണ്. നമ്മളെ സംബന്ധിച്ച് കുറെ കൂടി പവിത്രമായ കൈലാസ് മാനസ സരോവറിനെ കുറിച്ച് പറയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ പരിപാടികളും ക്രിയാത്മകതയുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് മുസ്ലിങ്ങളെ എങ്ങനെ അടിച്ചമർത്താം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കുന്നത് എന്നുമാണ് സ്വാമി ആ അഭിമുഖത്തിൽ പറയുന്നത്. ബിജെപിയുടെ യാഥാർത്ഥ്യ ലക്ഷ്യം തുറന്നുകാട്ടുന്ന ഒരു ബിജെപി നേതാവിന്റെ ഈ വാക്കുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Podcast.